ഹല്ലേലൂയ. വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഈ പകൽക്കാലം പറയുവാണ്. ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്, ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിന് മുമ്പിലാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിൻ്റെ പ്രത്യേകതയാണ്, ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹൃദയത്തിൻ്റെ അകത്തുവരെയും കടന്നു ചെല്ലുന്നതാണ്. എന്നെയും നിങ്ങളെ ശുദ്ധി ചെയ്യുന്ന വചനമാണ്. എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്ന വചനമാണ്. ഇവിടെ വചനത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. വീശുമുറമുള്ളൊരു നല്ല കർത്താവ്. ഈ വീശുമുറത്തിൻ്റെ പ്രത്യേകത എന്തുവെന്നറിയാവോ? ഈ വീശുമുറം സകല അഴുക്കിനെയും മാറ്റിക്കളഞ്ഞ് ഒറിജിനലായിട്ടുള്ളതിനെ ശേഖരിക്കുന്നതാണ് വീശുമുറം. ഞങ്ങളുടെ വീട്ടിലൊക്കെ കാപ്പിക്കുരുവൊക്കെ ഉണ്ട്, അല്ലെ കുരുമുളകൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പപ്പായും അമ്മയൊക്കെ പാറ്റി അതിനകത്തിലെ സകല പതിരും കൊള്ളത്തില്ലാത്തതെല്ലാം മാറ്റി കളഞ്ഞ് ഒറിജിനലായിട്ടുള്ളത് മാത്രം കൂട്ടി ശേഖരിച്ച് ചാക്കിനകത്തിലൊക്കെ ഇട്ട് കെട്ടി സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും സഹായിച്ചിട്ടുണ്ട് വീട്ടിൽ. വീശുമുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീശുമുറം കൊണ്ട് ആ ഒറിജിനലായിട്ടുള്ളതിനെ വേർതിരിക്കാനും പറ്റും, അഴുക്കായിട്ടുള്ളതിനെ ഇങ്ങനെ കൊട്ടിക്കളയാനും പറ്റും. എൻ്റെ യേശുവിൻ്റെ കയ്യിൽ വീശുമുറമുണ്ടെന്ന് ബൈബിൾ എന്നെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ജയിക്കാൻ പറ്റത്തില്ലാത്തത്, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ലാത്തത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്നെയും വീഴിച്ച് കളയുന്ന പല മേഖലകളും ഇന്ന് ഈ വചനം വെളിപ്പെട്ടതുകൊണ്ട്, ഇന്ന് ഈ വചനം നിങ്ങളും ഞാനും കേൾക്കുന്നത് കൊണ്ട്, വീശുമുറമുള്ള ഒരു നല്ല കർത്താവ്, അവൻ ആ കോതമ്പിനെ മാത്രമല്ല വൃത്തിയാക്കുന്നത്, അവൻ കളത്തെ കൂടി മുറ്റം കൂടി വെടിപ്പാക്കുന്നൊരു നല്ല കർത്താവാണ്. അവൻ ആ കോതമ്പിനെ പിന്നെയും അവിടെ തന്നെ ഇട്ട് വെക്കുകയല്ല ചെയ്യുന്നത്, അവനത് കളപ്പുരയിൽ ഒറിജിനലിൻ്റെ കൂട്ടത്തിൽ, നല്ല കോതമ്പിൻ്റെ കൂട്ടത്തിൽ കൂട്ടിവെക്കും. പിന്നെ ആ പതിറിനെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. എന്നെയും നിങ്ങളെയും പിന്നെയും വീഴിച്ച് കളയുന്ന പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, പിന്നെയും വീഴിച്ച് കളയുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ, വീശുമുറമുള്ള കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇനി ആ പതിര്, ഇനി ആ പാപം, ഇനി ആ ബലഹീനത, ഇനി ആ ദോഷം, ഇനി ആ വീഴ്ച ഉണ്ടാക്കുന്ന കാര്യം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. വീശുമുറമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇനി അത് എഴുന്നേറ്റ് വരാതെ വണ്ണം പതിരിനെ തീയിലിട്ട് ചുട്ട് കളഞ്ഞതുപോലെ ആ പാപ സ്വഭാവത്തെ എന്നേക്കുമായിട്ട് തീയിൽ ഇട്ട് ചുട്ട് കളയപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന നിമിഷം യേശുവിൻ്റെ നാമം. ഇന്നു തൊട്ട് ഞാനും നിങ്ങളും ജയിക്കാൻ പോയ യേശുവിൻ്റെ നാമത്തിൽ. ഇതിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അവൻ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും, വചനത്താൽ നിറയ്ക്കും, തീയിൽ സ്നാനം കൽപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തീ പുറത്തു വരും, ഒരു ഫയർ അനോയിൻറ്റിങ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. കർത്താവേ, ഇത്രത്തോളം ദിവസം എനിക്ക് ജയിക്കാൻ പറ്റത്തില്ലാത്തതിനെ വീശുമുറമുള്ള യേശു എന്നിലെ സകല പതിരിനെയും അഴുക്കിനെയും മാറ്റി എൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനത്താൽ നിറച്ച് എൻ്റെ കണ്ണുകളെ സത്യത്തിൽ നടക്കാനായിട്ട് കാണിച്ച് എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി എൻ്റെ കാലുകളെ നേർനിലത്തിൽ നടത്തി എൻ്റെ പാതയ്ക്ക് പ്രകാശമായി ഈ ദിവസങ്ങളിൽ ഞാൻ കറക്റ്റ് ഡയറക്ഷനിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ ഡയറക്ഷനിൽ നടന്ന് കർത്താവ് എന്നെ നടത്തുന്ന ദിവസമാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇത്രത്തോളം ജീവനുള്ള വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഒരു പതിരും എന്നെ ഇനി ആക്രമിക്കാതിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആത്മാവിൽ ബലപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹത്താൽ നിറയപ്പെടട്ടെ, കൂട്ടായ്മയിൽ നിറയപ്പെടട്ടെ. ആ തീക്കകത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്തിൽ ഞാൻ സ്നാനമെടുക്കട്ടെ. ആ തീ എൻ്റെ മേൽ വാഴട്ടെ. എൻ്റെ ഉള്ളിൽ
ഇരിക്കുന്ന, ആരും അറിയാതെ ഒളിച്ചിരിക്കുന്ന സകല പാപത്തിൻ്റെ സ്വഭാവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്തിൽ കത്തിപ്പോകട്ടെ. എന്നെ പിന്നെയും 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 എൻ്റെ ഹൃദയത്തിൽ വീഴ്ച കളയാനായിട്ട്, നിരാശയിലാഴ്ത്തി കളയാനായിട്ട് നിൽക്കുന്ന ശത്രുവിൻ്റെ സകല ചിന്തകളും പദ്ധതികളും ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സറണ്ടർ ചെയ്തുകൊണ്ട് അതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതൊരിക്കലും എൻ്റെ മേൽ ആക്ടിവേറ്റ് ആകാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, തീ എൻ്റെ മേൽ ആക്ടിവേറ്റ് ആകട്ടെ, അത്ഭുതമാകട്ടെ. ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുന്ന കർത്താവേ, ജയത്തിൻ്റെ ഒരു ഉത്സവം, ജയത്തിൻ്റെ സ്വഭാവം, ജയത്തിൻ്റെ ഒരു കർത്താവെ ഒരു DNA, യേശു ജയിച്ചതുപോലത്തെ ജയം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അത്ഭുതമാകട്ടെ. ആമേൻ.